ചതുരംഗ സംഘം അല്ലേ? ഹായ്, കണ്ടോ തുടങ്ങുന്ന കണ്ടോ? എല്ലാവരും എനർജറ്റിക് ആണല്ലേ? വനിതാ രത്നത്തെ പറ്റി നമ്മുടെ വ്യൂവേഴ്സിന് ഒരു കവിതയോ 2 വരി എന്താ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു 2 സെക്കൻഡ്. ഇപ്പൊ എന്താ എല്ലാവരും തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും രത്നമാണ്. കുറച്ച് മിനിക്ക് എടുത്താൽ മതി. പിന്നെ കുപ്പയിലെ മാണിക്യം പോലെ എന്നെ പോലെ തീ കൊടുത്തത് വെയിലത്ത് വാടാത്തതുണ്ട്. കുസുമവദന മോഹ സുന്ദര ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ട് പാടിയത് വ്യൂവേഴ്സിനെ കയ്യിലെടുക്കാനാണോ? അങ്ങനെ ഒരു SMS എങ്കിലും എനിക്ക് വീണെങ്കിൽ വീണ് പൊട്ടേന്ന് വിചാരിച്ചു. താര ചേച്ചി എവിടെ താമസിക്കുന്നെന്ന് പറഞ്ഞത്? ഞാൻ വളന്തകാട്. ഒരു പുതിയൊരു സ്റ്റാർ ആവാൻ വേണ്ടി വരാണ്. അല്ല, ഇപ്പോഴൊരു സ്റ്റാർ ആവും. ഞാൻ നേരത്തെ മുതൽ സ്റ്റാർ തന്നെയാണ്. താരമായി മാറാൻ പോവാണോ? അത് നേരത്തെ താരമായിട്ട് ഇനിയും ശുഭ ചേച്ചി ഇവരെല്ലാവരും പെർഫോമൻസ് കണ്ടോ? എല്ലാരും കാണാൻ പറ്റില്ല. ഞാൻ 5th ആയിരുന്നു. ഞാൻ കഴിഞ്ഞിട്ടുള്ള കണ്ടു. മുന്നുള്ള കാണാൻ പറ്റില്ല. കഴിഞ്ഞിട്ടുള്ളവരെയൊക്കെ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്? പെർഫെക്റ്റ്. നിങ്ങൾ ഓരോരുത്തരുടെയും പെർഫോമൻസ് കണ്ടു, പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്കിലും കണ്ടു, എല്ലാവരെയും കണ്ടിട്ടുണ്ട്, എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പൊ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി പറയാറുണ്ടോ, ചേച്ചി അത് ശരിയായില്ല കേട്ടോ, അത് കുറച്ചുകൂടെ നന്നാക്കണം, ശരിയായില്ല, പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ ചേച്ചി? അതിനങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും സൂപ്പറാ. പുലിക്കുട്ടികളാ, എല്ലാവരും പുലിക്കുട്ടികളാ. പുലിത്തള്ളമാർ, പുലിമാംസ്തിടം. ചേച്ചിയുടെ പെർഫോമൻസ് വീട്ടുകാർ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? അവർ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് പെർഫോം ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. റീന മച്ചാന്ന് കേൾക്കുമ്പോ ഒരു വെയിറ്റ് ഇല്ലേ പേരുന്ന്? വെയിറ്റ് ബോഡിക്കുണ്ട്. അതാണ് ഇവിടുത്തെ പ്രസക്തി അല്ലേ? ഓക്കെ. അപ്പം ചേച്ചി ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്തു. കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഇന്ന് പോവാന്ന് പറഞ്ഞു. കലക്കി പറഞ്ഞു എന്റെ മോൻ. കലക്കി എന്ന് പറഞ്ഞു. അതാണ് പിള്ളേരെ സ്പിരിറ്റ് അല്ലേ? ഇതിലെല്ലാവർക്കും അങ്ങനത്തെ അഭിപ്രായമാണോ കിട്ടിയേ? എല്ലാവർക്കും അങ്ങനത്തെ അഭിപ്രായമാണ്. ഓക്കെ. ചേച്ചി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താന്ന് അറിഞ്ഞു. ഇനി കസ്റ്റമേഴ്സ് വരുമ്പോ ചേച്ചി എങ്ങനെ അവരുടെ അടുത്ത് ഇത്തിരി വെയിറ്റ് ഒക്കെ ഇട്ട് ഞാൻ വനിതാരത്നത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല. ചാടൊന്നുമില്ലാത്ത കൂട്ടത്തില്ല. സന്ധ്യ ചേച്ചി ഡാൻസ് കളിച്ചപ്പോ ഹസ്ബൻഡ് എന്താ പറഞ്ഞത്? ആദ്യമായിട്ടാണ് എന്റെ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണുന്നത്. അപ്പൊ പുള്ളിക്കാരൻ തന്നെ കണ്ണു തള്ളിപ്പോയി. ഞാൻ തന്നെ ഇങ്ങനെ കളിക്കുവോ എന്നിപ്പോ ഒരു വിശ്വാസം വന്നു അല്ലേ? ചേച്ചി ഒരു ടീച്ചറാന്ന് ഞാൻ അറിഞ്ഞു. സ്റ്റുഡൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും? സ്റ്റുഡൻസ് വളരെ കുഞ്ഞുങ്ങളാണ്. അവര് തുള്ളിച്ചാടും ടിവിയുടെ മുമ്പിൽ കിടന്നത്. KG സെക്ഷൻ ആണോ? ഓക്കെ. സന്തോഷം സഹിക്കാൻ വേണ്ട ഒരു നിലത്തൊന്നും ആയിരിക്കില്ല. സ്കൂള് തുറന്നു വരുമ്പോഴേ എല്ലാരും കാണാൻ പറ്റുള്ളൂ. ആണല്ലേ? ഈ കുട്ടിക്ക് ഇവിടെ എന്താ കാര്യം? ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ ഇതെങ്ങനെ തീർക്കണേ, എങ്ങനെയെങ്കിലും തീർക്കണേന്നാണ്. അവസാനത്തെ സ്റ്റെപ്പ് എങ്ങനെ എത്തിക്കും എന്നുള്ള എത്തിയാ മതി എന്നുള്ളൊരു അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നപ്പോ ഏതെങ്കിലും സ്റ്റെപ്പ് തെറ്റിയോ? ഇല്ല, സ്റ്റെപ്പ് ഒന്നും തെറ്റിയില്ല. ഒപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് ഇവരുടെ എല്ലാവരെയും ഒരു ഗ്രൂപ്പ് സോങ് കേൾക്കാം അല്ലേ? മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാലാടുന്നേ ഇഴനാഴിയില കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കാറ്റുള്ളൊരു പെണ്ണും കണ്ടും ആടിക്കും